മനുഷ്യനെ നാൽക്കാലികളെപ്പോലെ അങ്ങാടിയിൽ വിൽക്കാൻ വെച്ചിരുന്ന ഒരു കാലം. നെഞ്ചൂക്കുള്ള അടിമകളെ പരസ്പരം പോര് നടത്തിച്ച് ചത്തുവീഴുന്നത് കൈയടിച്ചാസ്വദിച്ചിരുന്ന നാട്ടുപ്രമാണിമാരുടെയും രാജാക്കന്മാരുടെയും വിനോദങ്ങൾ ഏറെ പ്രസിദ്ധമായിരുന്നു. അടിമത്തം ഇന്നും നമുക്കിടയിൽ വിവിധ തരങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും മനുഷ്യനെ അങ്ങാടിയിൽ വിൽക്കാൻ വെക്കുന്ന അടിമച്ചന്ത അവസാനിച്ചത് ചരിത്രം ഇരുളുവീണ കാലമെന്ന് വിളിച്ച ആ 6-ാം നൂറ്റാണ്ടിലാണ്. അങ്ങനെയൊരു കാലത്ത് അടിമകളായ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു എത്യോപ്യൻ അടിമ മൃഗതുല്യമായ അധമ ജീവിതത്തിൽ നിന്നും എല്ലാ വർണ്ണവംശ വിവേചനങ്ങളുടെ ചങ്ങലകളെയും തകർത്ത് ചരിത്രത്തിന്റെ ആകാശത്തിൽ തിളങ്ങുന്ന നക്ഷത്രമായി മാറിയ വിസ്മയഗാഥ ബിലാൽ ഇബ്നു റബ്ബാഹ് എന്ന പ്രവാചകന്റെ അരുമ ശിഷ്യന്റെ കഥ അതാണ്. പ്രവാചക തിരുമേനിയുടെ വാക്കുകൾക്ക് കാതോർത്ത് അനക്കങ്ങൾക്ക് കൺപാർത്ത് തൻ്റെ മധുരസ്വരം കൊണ്ട് ഏറെക്കാലം തിരുദൂതരുടെ നഗരത്തെ പുളകം കൊള്ളിച്ച ഹസ്രത്ത് ബിലാലിൽ നിന്നും നമ്മൾ തിരയുന്നത് അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത പ്രവാചക സ്നേഹമാണ്. ബിലാൽ ഇബ്നു റബ്ബാഹിൻ്റെ പ്രവാചക പ്രേമസാഗരത്തിൽ അല്പനേരം നമുക്കും മരുഭൂവിൻ ഹൃദയം തേടും കരിമേഘക്കൊടി പോലെ മൗനത്തിനഗാധത തേടും മധുരാലാപം പോലെ. മരുഭൂവിൻ ഹൃദയം തേടും കരിമേഘക്കൊടി പോലെ മൗനത്തിനഗാധത തേടും മധുരാലാപം പോലെ. ചരിതത്തിൻ താളിൽ നിന്നൊരു കനൽ പൊരിഞ്ഞ് കത്തിയുണർന്ന ബിലാലാം കറുത്ത മുത്ത് കറുത്ത മുത്ത്. മരുഭൂവിൻ ഹൃദയം തേടും കരിമേഘക്കൊടി പോലെ മൗനത്തിനഗാധത തേടും മധുരാലാപം പോലെ. ബിലാൽ, നിനക്കിതെന്തു പറ്റി? സിറിയയിൽ നിന്നും വന്നതിന് ശേഷം എപ്പോഴും സ്വപ്നവും കണ്ടിരിപ്പാണല്ലോ. ഈ യാത്രയിൽ ഞാനൊരു കൂട്ടുകാരനെ കണ്ടു, അബൂബക്കർ. വെളുത്ത് സുമുഖനായൊരു ചെറുപ്പക്കാരൻ. അയാളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ യാത്രാസംഘത്തിൽ. സിറിയയിലൂടെയുള്ള യാത്രയിൽ അവിടുത്തെ ഗോതമ്പ് വയലുകളും നദീതടങ്ങളും കണ്ടപ്പോൾ ഞാൻ അറിയാതെ പാടിപ്പോയി. എന്റെ പാട്ട് കേട്ട് അബൂബക്കർ എന്നെ ചേർത്ത് പിടിച്ചു. എന്റെ പാട്ട് കേൾക്കാൻ നല്ല ഇമ്പമുണ്ടെന്ന് പറഞ്ഞു. പിന്നെയും പിന്നെയും പാടിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നോടൊരാൾ എന്റെ പാട്ട് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞത്. അയാൾ നിന്നെ അയാളോടൊപ്പം ഇരുത്തിയോ? അബൂബക്കർ എന്നെ കൂടെ ഇരുത്തി. എന്നോട് കളിതമാശകളൊക്കെ പറഞ്ഞു. ഞങ്ങൾ നല്ല കൂട്ടുകാരായി. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ യാത്രക്കിടയിൽ അബൂബക്കറിനൊരു സ്വപ്നമുണ്ടായി. ആ സ്വപ്നത്തിന്റെ സത്യമറിയാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പുരോഹിതന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ആ പുരോഹിതൻ സ്വപ്നത്തിന്റെ സത്യം പറഞ്ഞു തന്നു. എന്തായിരുന്നു അത്? നിങ്ങൾ ആരോടും പറയരുത്, വളരെ രഹസ്യമാണ്. ഇല്ല, ഞങ്ങൾ ആരോടും പറയില്ല. മക്കയിൽ ഖുറൈശികൾക്കിടയിൽ നിന്ന് ഒരാൾ പ്രവാചകനായി നിയോഗിതനാവും. പ്രവാചകനോ? അതെന്താ? ഇബ്രാഹിമിനെ പോലെ, മൂസയെ പോലെ ദൈവത്തിന്റെ ദൂതൻ, സന്മാർഗത്തിലേക്ക് നയിക്കാൻ ദൈവം നിയോഗിക്കുന്നയാൾ. അപ്പോൾ ഉസ്സയോ ലാത്തയോ ആരാണ് അദ്ദേഹത്തെ നിയമിക്കുക? ഇവരാരുമല്ല, ഏകനായ അള്ളാഹു. ഈ വിഗ്രഹങ്ങളെയൊക്കെ തകർക്കാൻ പറയുമത്രേ ഈ ദൈവദൂതൻ.
എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ പറഞ്ഞതിനൊന്നും നമുക്കൊരു കാര്യവുമില്ല. ഇതെല്ലാം നമ്മുടെ യജമാനന്മാരുടെ കാര്യങ്ങളല്ലേ? അതെ, അല്ലെങ്കിലും ഈ ദൈവങ്ങളൊക്കെ നമ്മുടെ യജമാനന്മാരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും മാത്രം നോക്കുന്നവരാ. അങ്ങനെ പറയല്ലേ ബിലാൽ, ദൈവങ്ങൾ കോപിക്കും. ബിലാൽ, ബിലാൽ, ഇത്തവണ സിറിയയിലേക്ക് അയച്ച ചിരക്കിൽ നല്ല ലാഭം കിട്ടി. ലാത്തുക്കും മനാത്തുക്കും ഉസ്സുക്കും ശുക്ർ. ഉമയ്യ, എവിടെ നിന്റെ കാപ്പിരി അടിമ, ആ കറുത്ത പാട്ടുകാരൻ? അവനെ വിളിക്ക്. ഈ വിജയം നമുക്കൊന്ന് ആഘോഷിക്കാം. ഇത്തവണ അവനെയാണ് ചരക്കിനൊപ്പം അയച്ചത്. ആ കറുബൻ ആളൊരു ലക്ഷണമൊത്തവനാ. അവനെ വിളിക്ക്. അവന്റെ പാട്ട് കേട്ടിട്ട് കുറച്ചു നാളായി. ബിലാൽ, ബിലാൽ, നീ എവിടെ പോയി ചത്തിടക്കിയായിരുന്നടാ? കുറെ നേരമായാലും വിളിക്കാൻ തുടങ്ങിയിട്ട്. എടാ ബിലാലെ, കൊറേ നാളായി നിന്റെ പാട്ട് കേട്ടിട്ട്. ഒന്ന് പാടട കറുമ്പ. കറുത്ത മുത്തേ പാടൂ ഒരു ബലത്ത കീർത്തനം കൂടി. കറുത്ത മുത്തേ പാടൂ ഒരു ബലത്ത കീർത്തനം കൂടി. ഉയർത്തെഴുന്നേൽക്കാൻ, 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 ഉയർത്തെഴുന്നേൽക്കാൻ. മത്തകരുടെ കൽത്തുറുങ്കിൽ പട്ടിണിയുടെ മരുഭൂമി, മത്തകരുടെ കൽത്തുറുങ്കിൽ പട്ടിണിയുടെ മരുഭൂമി. കാട്ടവാറടിയേറ്റു പുളയുമ്പോഴും കറുത്ത മുത്തേ പാടൂ ഒരു ബലത്ത കീർത്തനം കൂടി. കറുത്ത മുത്തേ പാടൂ ഒരു ബലത്ത കീർത്തനം. ബിലാൽ, 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 എഴുന്നേൽക്ക്. ആരാ ഇത്? ഞാനാണ് അബൂബക്കർ. എന്താ ഈ നേരത്ത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നേരം വെളുത്തിട്ട് പറഞ്ഞാ പോരെ? യജമാനൻ കാണും. നീ ഇങ്ങോട്ട് വാ. ഈ ജനലിന്റെ അടുത്തേക്ക് നിൽക്ക്. നമ്മൾ സംസാരിക്കുന്ന കാര്യം അതീവ രഹസ്യമാണ്. അതെന്താ ഇത്രയും പ്രധാനപ്പെട്ട കാര്യം? പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതനോ? അതെ, അള്ളാഹുവിന്റെ ദൂതൻ ആഗതനായിരിക്കുന്നു. ആരാണത്? അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുല്ലയുടെ പുത്രൻ മുഹമ്മദ്. അൽ അമീനോ? അതെ, അല്ലമീൻ തന്നെ. ജീവിതത്തിൽ ഇന്നോളം ഒരു കളവും പറയാത്ത ആ മഹാൻ തന്നെ. അദ്ദേഹം ദൈവദൂതനാണെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. സംശയിക്കാനൊന്നുമില്ല. എനിക്ക് ബോധ്യമായി. ഞാൻ അംഗീകരിച്ചു, വിശ്വസിച്ചു. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. എന്റെ കൈകാലുകൾ തളരുന്നത് പോലെ. ഞാൻ എന്തു വേണം? പറയാം. നീ പുറത്തേക്കിറങ്ങി വാ. ബിലാൽ, നീ പ്രഖ്യാപിക്കുക, അള്ളാഹു അല്ലാതെ പരമാധികാരിയില്ലെന്നും മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അൽഹംദുലില്ലാഹ്. അറിഞ്ഞില്ലേ? എന്തു പറ്റി? അബ്ദു അമർ കൂടി മുഹമ്മദിന്റെ അനുയായിയായിരിക്കുന്നു. ഇബ്നു അമ്രോ? അതെ, വരുന്ന വഴിയിൽ ഞാൻ അവനെ കണ്ടിരുന്നു. പൂർവ്വമതം ഉപേക്ഷിച്ച്
മുഹമ്മദിന്റെ കൂടെ കൂടിയിരിക്കുന്നു. അബ്ദു അമർ എന്ന പേര് ഉപേക്ഷിച്ചു. ഇപ്പോൾ അയാൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആണത്രേ. എന്നെ കൂടി മുഹമ്മദിന്റെ മതത്തിലേക്ക് ക്ഷണിച്ചു. അപ്പോ തെണ്ടികളും പെറുക്കികളും മാത്രമല്ല, നിലയും വിലയും ഉള്ളവരും മുഹമ്മദിന്റെ കൂടെ കൂടാൻ തുടങ്ങി അല്ലേ? ഹോ, ഈ മുഹമ്മദ് നമ്മുടെ ദൈവങ്ങളുടെ ശാപകോപങ്ങൾക്കിരയായ നിർഭാഗ്യവാൻ തന്നെ. നിർഭാഗ്യവാൻ മുഹമ്മദല്ല, നമ്മളാ. കാരണം അതോ നമ്മുടെയൊക്കെ അടിമകൾ കൂടി മുഹമ്മദിനോടൊപ്പം ചേർന്നിരിക്കുന്നു. അടിമകളോ? നമ്മുടെ അടിമകളോ? അപ്പോ അറിഞ്ഞില്ലേ, താങ്കളുടെ അടിമ ബിലാൽ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നു. എന്ത്? ശരിക്കറിഞ്ഞുകൊണ്ടാണോ നീ ഇത് പറയുന്നത്? ദേ, ചോദിച്ചു നോക്ക്. രാത്രിയുടെ മറവിൽ മുഹമ്മദിനെ കാണാൻ ബിലാൽ പോകുന്നത് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു തെമ്മാടിയാണവൻ! ഞാൻ അറിയാതെ, എന്റെ അനുവാദമില്ലാതെ ഞാൻ തീറ്റിപ്പൊട്ടുന്ന എന്റെ അടിമ മുഹമ്മദിനെ തേടി പോവുകയോ? ഉമയ്യ, പോകൂ. നിന്റെ വഷളനായ അടിമയുടെ കൈയും കാലും തല്ലിയൊടിക്കൂ. ഇത് നമ്മുടെ ആചാരങ്ങൾക്കെതിരെ തിരിഞ്ഞ തെമ്മാടികൾക്കൊരു താക്കീതാവട്ടെ. മുഹമ്മദ് എന്റെ സഹോദര പുത്രനാണെന്നത് ശരി തന്നെ. എന്നാൽ അവന് എന്റെ കുടുംബത്തിനും ഗോത്രത്തിനും അപമാനമായിരിക്കുന്നു. ഇനിയും മുഹമ്മദിനെ കള്ളൻ, ഭ്രാന്തൻ, കവി, മാരണക്കാരൻ എന്നൊക്കെ വിളിച്ച് നടന്നിട്ട് കാര്യമില്ല. അതൊന്നും ആരും വിശ്വസിക്കുകയില്ല. സത്യസന്ധനെന്നും വിശ്വസ്തനെന്നും പറഞ്ഞ് മുഹമ്മദിനെ മധ്യസ്ഥരാക്കിയത് നാം തന്നെയല്ലേ? അതൊക്കെ പഴങ്കഥ. മുഹമ്മദിന് ലാത്തയുടെ ശത്രു. നമ്മൾ ആരാണെന്ന് മുഹമ്മദ് അറിയാൻ പോകുന്നതേയുള്ളൂ. എന്തായാലും തുടക്കം യാസിറിന്റെ മകൻ അമ്മാറിൽ നിന്നും ഉമയ്യയുടെ അടിമ ബിലാലിൽ നിന്നും ആവട്ടെ, ഒരടിമക്കും ഇനി മുഹമ്മദിനൊപ്പം കൂടാൻ ധൈര്യമുണ്ടാവരുത്. അനുസരിച്ചില്ലെങ്കിൽ കൊന്നുകളയണം. ഇവറ്റകളെ വാങ്ങിയ പണം നഷ്ടപ്പെടുമെന്നല്ലേ ഉള്ളൂ. അത് സാരമില്ല. ധിക്കാരത്തിനും അനുസരണക്കേടിനുമുള്ള ശിക്ഷ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. എത്രയും വേഗം യാസിറിന്റെ മകൻ അമ്മാറിനെ കൈകാലുകൾ ബന്ധിച്ച് ഉമയ്യയുടെ വീടിനരികിൽ കൊണ്ടുവരട്ടെ. എന്താടാ മുഹമ്മദ് നിന്നെ പഠിപ്പിച്ചു തന്നത്? മനുഷ്യരെല്ലാം ഒരുപോലെയാണെന്ന്. ചീർപ്പിന്റെ പല്ല് കണക്കെ ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. തിരുദൂതർ ഞങ്ങളെ പഠിപ്പിക്കുന്നത് ജനങ്ങളുടെ ദൈവം ഏകനാണെന്നാണ്. ഞങ്ങൾ അവന്റെ മാത്രം അടിമകളാണ്. നിർത്തടാ നിന്റെ അധിക പ്രസംഗം. ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണത്രേ. ഹ്, ധിക്കാരത്തിനും ഒരതിരില്ലേ? ഉമയ്യ, നമ്മുടെ ദൈവങ്ങളെയും പിതാക്കളെയും തള്ളിപ്പറയുന്ന ഇവറ്റകളെ ഇനിയും ഉപദേശിച്ചിട്ട് കാര്യമില്ല. എന്താണ് നീ പറഞ്ഞത്? ഒരടിമയും അവന്റെ ഉടമയും ഒരുപോലെയാണെന്നോ? ഞാൻ പണം കൊടുത്തു വാങ്ങിയ ഈ ആഫ്രിക്കൻ അടിമയും ഞാനും സമന്മാരാണെന്നോ? ഇതൊക്കെയാണ് മുഹമ്മദ് നിന്നെ പഠിപ്പിക്കുന്ന ദൈവസൂക്തങ്ങളല്ലേ? അതെ, തിരുദൂതർ ഞങ്ങളെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ അടുക്കൽ സമന്മാരാണെന്ന്. ഗോത്രവും നിറവുമൊക്കെ മനുഷ്യരെ തിരിച്ചറിയാനുള്ള അടയാളമാണ്. കൊള്ളാം. ഈ പുതിയ മതത്തെ ഇന്ന് തന്നെ ഞങ്ങൾ കുഴിച്ചു മൂടും. ഇത് പുതിയതല്ല, മനുഷ്യനോളം പഴക്കമുള്ളതാണ്. ഇബ്രാഹിമും മൂസയും ഈസയും പറഞ്ഞത് തന്നെയാണ് മുഹമ്മദും പറയുന്നത്. ബിലാൽ, മക്കയിലെ ഒരു പ്രഭുവും നീയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ഇവനെ ഒന്ന് കാണിച്ചു കൊടുക്ക. അവർ കൽപ്പിക്കുന്നത് പോലെ ചെയ്യൂ ബിലാൽ. നിനക്ക് കുറ്റമില്ല, നീ അവരുടെ അടിമയല്ലേ. അവർ പറയുന്നത് അനുസരിക്കൂ, അല്ലെങ്കിൽ നിന്നെ അവർ കൊന്നുകളയും.
അപ്പോൾ കേട്ടതെല്ലാം ശരിയാണ്. ആദ്യം എനിക്ക് വിശ്വസിക്കാനായില്ല. നീയും മുഹമ്മദിന്റെ ആളാണല്ലേ? ഇനി നീ ജീവിച്ചിരിക്കും. നിന്നെ വാങ്ങിയ പണം നഷ്ടപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചു. ഇനി നിങ്ങളിൽ ആരാണ് മുഹമ്മദിനൊപ്പം ചേർന്നിരിക്കുന്നത്? ഇവന്റെ കൈയും കാലും ബന്ധിക്കുക, എന്നിട്ട് ഒട്ടകത്തിന്റെ കാലിൽ കെട്ടിയിട്ട് മണലിലൂടെ ഓടിക്കുക. അത് കൊള്ളാം. ഇവന് ജീവനുണ്ടല്ലോ. എനിക്കിനി വയ്യ. ഇവനെ മർദ്ദിച്ച് നമ്മൾ തളരുകയല്ലാതെ ഒരു മാറ്റവുമില്ല. ഞാൻ ഇവനെ അവസാനിപ്പിക്കുകയാണ്. ശല്യം തീരട്ടെ. എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത്? കൊല്ലുന്നത് നമ്മുടെ പരാജയമായല്ലേ ജനങ്ങൾ മനസ്സിലാക്കുക? നമ്മുടെ ദൗർബല്യത്തിന്റെ തെളിവായി ഇത് വ്യാഖ്യാനിക്കപ്പെടും. പിന്നെ എന്ത് ചെയ്യും? ഇവനെ ശിക്ഷിച്ച് ഞാൻ തളർന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മുഹമ്മദിന്റെ മതം ഉപേക്ഷിക്കുന്നത് വരെ ഇത് തുടരണം. എന്തെല്ലാം ചെയ്തു നോക്കി. ഇത്ര വേദന സഹിക്കാൻ കഴിയുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. നട്ടുച്ച നേരത്ത് തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെച്ച് കഴുത്തിൽ കയറ് കെട്ടി വലിച്ചില്ലേ നമ്മൾ? മണലിൽ കിടന്ന് ശരീരം മുഴുവൻ പൊള്ളിയിട്ടും മനസ്സ് മാറുന്നില്ല. യജമാനനെ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അത് അബൂബക്കറാണല്ലോ. അയാൾ എന്നെയും കൂടി മുഹമ്മദിന്റെ കൂട്ടത്തിലേക്ക് ക്ഷണിക്കാമെന്നതാണോ? ഉമയ്യ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്തു വേണം? പറഞ്ഞോളൂ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ആ പാപത്തെ വെറുതെ വിടൂ. എത്ര ദിവസമായി നിങ്ങൾ അവനെ മർദ്ദിക്കുന്നു. ഇനിയെങ്കിലും ഇതൊന്നും നിർത്തിക്കൂടെ? അബൂബക്കർ, ഇതിൽ നിങ്ങൾക്കെന്ത് കാര്യം? ഇവൻ എന്റെ അടിമയാണ്. ഇവനെ ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും. നിങ്ങൾക്ക് പരലോകത്തെ പേടിച്ചുകൂടെ? എന്ത് പരലോകം? എവിടെയാണ്? ഇനി അത് ഉണ്ടെങ്കിൽ തന്നെ അതും കാത്തിരിക്കാൻ എനിക്കെന്ത് കുറവാണുള്ളത്? നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിർത്തൂ അബൂ ഖുറാഫയുടെ പുത്ര. താങ്കൾ തന്നെയല്ലേ ഇവനെ വഴിപിഴപ്പിച്ചത്? ഇവൻ മർദ്ദിക്കപ്പെടുന്നത് നിങ്ങൾ കാരണമാണ്. ഞങ്ങളുടെ ദൈവങ്ങളെ ചീത്ത പറയാനും കുട്ടികളെ വഴിപിഴപ്പിക്കാനും ഞാൻ ഇവനെ എന്തിന് തീറ്റിപ്പോറ്റണം? എന്നാൽ നിങ്ങൾ ബിലാലിനെ വിൽക്കാൻ തയ്യാറാണോ? അടിമകളെ അനുസരണ പഠിപ്പിക്കുമ്പോൾ വിൽക്കുന്നത് അറബികൾക്കിടയിൽ പതിവില്ലെന്ന് താങ്കൾക്കറിയില്ലേ? ചാവാറായ ഇവനെ ഇനിയും എന്തിന് വെച്ചിരിക്കണം? എന്ത് വില തരും? നിങ്ങൾ പറയുന്ന സംഖ്യ. അഞ്ച് ഊക്കിയ. സമ്മതിച്ചു. പണം ഇപ്പോൾ തന്നെ പിടിച്ചു. ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇതാ 5 ഊക്കിയ. ഇനി ബിലാൽ എനിക്ക് സ്വന്തം. എടാ കർമ്മന്മാരെ, അവന്റെ കാലിലെ ചങ്ങലയഴിച്ച് അബൂബക്കറിനെ കൊണ്ടുവന്ന് കൊടുക്ക്. അബൂബക്കർ, ഒരു ഊക്കിയ തന്നാൽ തന്നെ ഞാൻ ഈ ശവത്തെ നിങ്ങൾക്ക് തരുമായിരുന്നു. നിങ്ങൾ വെറുതെ 5 ഊക്കിയ മുടക്കി. 100 ഊക്കിയ തരാതെ നിങ്ങൾ ബിലാലിനെ തരില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത്രയും സംഖ്യ സന്തോഷത്തോടെ ഞാൻ തരുമായിരുന്നു.
ബിലാൽ, നിന്നെ ഞാനിതാ മോചിപ്പിച്ചിരിക്കുന്നു. ഇന്നു മുതൽ നീ സ്വതന്ത്രനാണ്. ഷഫിയുള്ള തന്റെ നാദം മിഴിനീർപ്പൂ ചൊല്ലി ഷഫിയുള്ള തന്റെ നാദം മക്കയിൽ ഞാനന്നു കേട്ടു, മക്കയിൽ ഞാനന്നു കേട്ടു വിശ്വദൂതരവരുടെ നാദം ബിലാൽ നന്നായി സുഖം പ്രാപിച്ചു. നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഉമയ്യത്തിന്റെ അടിമപ്പാളയത്തിൽ നിന്ന് ഞാൻ മോചിതനായോ? കഴിഞ്ഞ കുറച്ചു ദിവസമായി ബിലാൽ ശരിക്കും അബോധാവസ്ഥയിലായിരുന്നു. തിരുദൂതർ, അള്ളാഹുവിന്റെ തിരുദൂതർ 3 ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥന നടത്തി, പനി മാറുന്നതുവരെ. ബിലാൽ സുഖം പ്രാപിക്കുന്നത് നേരിൽ കണ്ടാണ് തിരുദൂതർ മടങ്ങിയത്. ബിലാലിന്റെ കാലിൽ കയറുകെട്ടി മക്കാ താഴ്വരയിലൂടെ വലിച്ചഴച്ചു കൊണ്ടുപോകുമ്പോൾ പ്രവാചകൻ ബിലാലിന്റെ മോചനത്തിനായി പ്രാർത്ഥിക്കുകയായിരുന്നു. തിരുദൂതരുടെ ഉള്ളം തേങ്ങിയപ്പോൾ ഖുർആൻ അവതരിക്കുകയും ചെയ്തു. എന്താണ് അവതരിച്ചത്? عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. നമ്മുടെ കാര്യത്തിൽ നമ്മെക്കാൾ ശ്രദ്ധയാണ് തിരുദൂതർക്ക്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. യാ റസൂലല്ലാഹ്, ബിലാൽ, മക്കയിൽ നിന്നും യസ്രിബിലേക്ക് പലായനം ചെയ്യാൻ അള്ളാഹുവിൽ നിന്ന് അനുമതി ലഭിച്ചു. പ്രവാചകൻ രഹസ്യമായി അറിയിച്ചതാണിത്. മദീനയിലേക്കോ? എപ്പോഴാണ് നമ്മൾ പുറപ്പെടുന്നത്? ചെറു സംഘങ്ങളായി ഒരുങ്ങിയിരിക്കാനാണ് തിരുദൂതർ കൽപ്പിച്ചിട്ടുള്ളത്. ആരും അറിയാതെ രാത്രി പുറപ്പെടണം. എല്ലാവരും കൂടി പുറപ്പെട്ടാൽ ഇവിടത്തെ പ്രമാണിമാർ അറിയും. പിന്നെ അവർ നമ്മെ പോകാൻ അനുവദിക്കില്ല. ഞാൻ ഈ വിവരം എല്ലാവർക്കും നൽകട്ടെ. പ്രിയപ്പെട്ട മക്ക, നിന്നോട് ഞങ്ങൾ വിട പറയുകയാണ്. ഇനിയും ഈ മണ്ണിൽ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. മക്ക, നീ ഞങ്ങളാൽ വീർപ്പ് മുട്ടുകയാണോ? അപരാധം ചെയ്തത് നീയല്ല, ഞങ്ങളുമല്ല, നിന്റെ ആളുകളാണ്. പ്രകാശത്തിന് നേരെ കണ്ണടച്ചിരിക്കുകയാണവർ. അതിനാൽ ഈ വേർപാട് അനിവാര്യമാണ്.
പ്രിയപ്പെട്ട മക്കൾ, ഞാൻ വിട പറയട്ടെ. മണൽ തരികളിൽ എന്റെ വിയർപ്പും നിന്നുടെ കാറ്റിൽ എന്റെ നിശ്വാസവും നിണവും പകർന്നതിനാലെ പറയാം യാത്രാമൊഴിതിനാലെ യാത്രാമൊഴിതിനാലെ. അതാ ദൂരെ തിരുദൂതർ വരുന്നുണ്ട്. ഞാനൊന്നും കാണുന്നില്ലല്ലോ. ദാ നോക്ക്, അതാ ദൂരെ കാണുന്നില്ലേ? നമസ്കാര സമയത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കേണ്ടത് നിർബന്ധമായിരിക്കുകയാണ്. ഇക്കാര്യം ഞങ്ങൾ കുറച്ചു മുമ്പ് തിരുദൂതരോട് പറഞ്ഞു. പലരും പല കാര്യങ്ങളും പറഞ്ഞു. ആദ്യം വന്ന അഭിപ്രായം ഒരു കൊടി ഉയർത്താമെന്നാണ്. എന്നിട്ട് അത് പ്രവാചകന് ഇഷ്ടമായില്ല. പിന്നൊരാൾ പറഞ്ഞു നമസ്കാര സമയമാകുമ്പോൾ തീ കത്തിക്കാമെന്ന്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു അത് മജൂസികളുടെ ആചാരമാണെന്ന്. വേറൊരാൾ പറഞ്ഞു ശംഖ് വിളിക്കാമെന്ന്. അതും പ്രവാചകന് ഇഷ്ടമായില്ല. അത് ജൂത സമ്പ്രദായമാണത്രേ. അപ്പോഴാണ് മണിയടിക്കാമെന്ന അഭിപ്രായവുമായി മറ്റൊരാൾ വന്നത്. എന്നിട്ട് മണിയടിക്കാൻ തീരുമാനമായോ? വേറൊരു മാർഗവുമില്ലാത്തതിനാൽ മണിയടിക്കാമെന്ന് തന്നെയാണ് തിരുദൂതർ തീരുമാനിച്ചത്. ചുറ്റികയും മണിയും ഉടൻ ഉണ്ടാക്കണം. എന്തു പറ്റി? ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ പാതി മയക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ പച്ച ഉടുപ്പ് ധരിച്ച ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മണിയും ഉണ്ടായിരുന്നു. ഇത് വിൽക്കുമോ എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിച്ചു എന്തിനാണെന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് നമസ്കാരത്തിന് ജനങ്ങളെ വിളിക്കാനാണെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിക്കുകയാണ് ഇതിനേക്കാൾ നല്ലൊരു മാർഗം അറിയിച്ചു തരട്ടെ എന്ന്. എന്നിട്ട് പറഞ്ഞു തന്നോ? പറഞ്ഞു തന്നു. അതെന്താണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ വിളിച്ചു പറയുക. ഇത് വേഗം തിരുമേനിയെ അറിയിക്ക്. ഞാൻ തിരുമേനിയോടാണ് ആദ്യം പറഞ്ഞത്. തിരുമേനി ബിലാലിനെ തിരക്കുന്നുണ്ട്. ഈ വാക്യങ്ങൾ ഈണത്തിൽ പറയാൻ ബിലാൽ തന്നെ വേണമെന്നാണ് തിരുദൂതർ പറയുന്നത്.
ഇതാ ഉമയ്യത്തിതാ, അക്രമികളുടെ നേതാവ്. ഇവനെ വെറുതെ വിടരുത്. അയാളെ വിട്ടേക്ക്. അയാൾ പിന്തിരിഞ്ഞോടുകയാണ്. എന്നെ കൊല്ലല്ലേ, ഞാൻ കീറിക്കോ. നീ രക്ഷപ്പെട്ടാൽ ഞങ്ങൾക്ക് രക്ഷയില്ല. മക്ക, നിന്റെ മാറിൽ തലചായ്ക്കാൻ ഞാൻ പിന്നെയും എത്തി. അതാ ഞാൻ പിച്ച വെച്ച് നടന്ന എന്റെ വീട്, എന്റെ പ്രിയപ്പെട്ട കൃഷിയിടം, ഞാൻ നട്ടു വളർത്തിയ ഈ ഈന്തപ്പന, അതെത്ര വലുതായിപ്പോയി. ഈ മണ്ണ് ഞാനൊന്ന് മാറോടണക്കിട്ട്. ഞാനിന്ന് പഴയ ബിലാലല്ല മക്കേ. യജമാനന്റെ വിളിക്ക് പേടിയോടെ കാതോർക്കുന്ന അടിമയല്ല ഞാനിന്ന്. തിരുദൂതരുടെ വിളിക്കായി സ്നേഹത്തോടെ കാത്തിരിക്കുന്ന അവിടുത്തെ അനുയായി. ബിലാൽ, തിരുദൂതർ നിന്നെ തിരക്കുന്നു. ഈ മഹത്തായ വിജയം പ്രഖ്യാപിക്കുവാൻ നിന്നെ വിളിക്കുന്നുണ്ട്. അതെ ബിലാൽ, കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിച്ചുകൊണ്ട് ഈ വിജയം പ്രഖ്യാപിക്കുവാൻ നീ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വേഗമാവട്ടെ. കുറേ ദിവസത്തിന് ശേഷം ഇന്ന് തിരുദൂതർ നമസ്കരിക്കാനെത്തിയതായിരുന്നു. രോഗം പിന്നെയും കൂടിയെന്നാ കേട്ടത്. എല്ലാവരും തിരുമേനിയുടെ വീടിന് മുന്നിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. നമുക്കും അങ്ങോട്ട് നടന്നാലോ? നമ്മൾ കൂടി അങ്ങോട്ട് പോയാൽ അവിടെ തിരക്കായി തിരുമേനിക്ക് പ്രയാസമാവില്ലേ? എന്തോ തിരുദൂതർ നമ്മെ വിട്ടുപിരിയും പോലെ തോന്നുന്നു. ഇല്ല, തിരുദൂതർ ഉടനെ നമ്മോടൊപ്പം നമസ്കരിക്കാനെത്തും. ഇന്നലെ ബക്കിയുൽ ഹർക്കത്തിലെ ഖബർസ്ഥാനിൽ നിന്ന് വരുമ്പോൾ തിരുമേനി പറഞ്ഞ വാക്കുകൾ ഓർക്കുമ്പോഴാണ് എനിക്കിങ്ങനെയൊക്കെ തോന്നുന്നത്. തിരുമേനി എന്താ പറഞ്ഞത്? തിരുമേനി പറഞ്ഞു, ഭൗതിക ഖജനാവുകളുടെ താക്കോലും ഇവിടത്തെ ദീർഘവാസവും അതോടൊപ്പം സ്വർഗവും തിരുദൂതരുടെ മുന്നിൽ സമർപ്പിച്ചു. ഇവിടത്തെ സ്ഥിരവാസമോ അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയോ തെരഞ്ഞെടുക്കാൻ തിരുദൂതർക്ക് സ്വാതന്ത്ര്യം നൽകിയത്രേ. അപ്പോൾ അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയും സ്വർഗവും തിരുമേനി തെരഞ്ഞെടുത്തു. ഇനിയും നമസ്കാരത്തിന് തിരുമേനിയെ കാത്തിരിക്കണ്ട. നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ അബൂബക്കറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കെന്താണെന്ന് അറിയില്ല. മുമ്പൊന്നുമില്ലാത്ത ഒരു പേടി. തിരുമേനി ആയിഷയുടെ മടിയിൽ തലചായ്ച്ച് ബിലാൽ, സുബഹ് ബാങ്കിന് സമയമായി.
الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن